ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. സൺഡേ ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള വിശേഷങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഞായറാഴ്ച പ്രാർത്ഥന കൂടണം, പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച എല്ലാവർക്കും തോന്നാറുണ്ട്. അതേപോലെ ഞങ്ങൾ ഇന്ന് പള്ളിയിലെല്ലാം പോയിട്ട് പ്രാർത്ഥനയെല്ലാം കൂടിയിട്ട് വരുന്ന വഴിക്ക് മൽക്കൂസ് റംബോട്ടാനെ ഇരിക്കുന്ന കണ്ടായിരുന്നു. അങ്ങനെ മൽക്കൂസും റംബോട്ടാനും മേടിച്ചായിരുന്നു. മൽക്കൂസും റംബോട്ടാനും പ്രതിരോധ ശക്തി കൂട്ടാൻ പറ്റിയ ഫ്രൂട്ട്സ് ആണിത്. ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ച സ്ഥലത്ത് ഒരു വെറൈറ്റി കിഴങ്ങിരുന്നായിരുന്നു. ഈ കിഴങ്ങ് എന്തുവാ കിഴങ്ങെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മുടവാട്ടുകാൽ കിഴങ്ങെന്നാണ് പറഞ്ഞത്. റിയലായിട്ട് ആ പേരാണോ ഇല്ല വേറെ പേരാണോ എന്ന് അറിയത്തില്ല. അറിഞ്ഞവർ കമന്റ് ചെയ്തേക്കണേ. വന്നപാട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ മേടിച്ച റംബോട്ടാൻ വരിക്കയായിരുന്നു. വരിക്കയാണോ കൂളനാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ, വരിക്ക കഴിക്കുമ്പോൾ നമ്മൾ ആ കുരുവിന്ന് എല്ലാ പഴവും നമുക്ക് വിട്ടുവരും. കൂളൻ അങ്ങനെ വരത്തില്ല. ആ കുരുവിൽ നമുക്ക് കുറച്ച് പഴം അതിൽ പിടിച്ചിരിക്കും. അങ്ങനെയാണ് വരിക്ക ഏതാ കൂഴൻ ഏതാണ് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ച സ്ഥലത്തുള്ള ചേട്ടന്മാര് ഈ മൽക്കൂസ് പഴത്തിന്റെ അകത്ത് എത്ര അല്ലി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ മൽക്കൂസ് പഴത്തിന്റെ മുകൾ ഭാഗത്തിലിരിക്കുന്ന ആ എതളുകൾ എത്ര ഉണ്ടാവോ അത്രയും അല്ലികൾ അകത്തുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അകത്ത് നോക്കിയപ്പോൾ അതിന്റെ പുറത്ത് 4 എതളുകളാണ് ഉണ്ടായിരുന്നത്. ആയാൽ ആ മൽക്കൂസ് പഴത്തിന്റെ അകത്തിരുന്ന ഫ്രൂട്ടിന്റെ എണ്ണം കൂടുതലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ട്രിക്ക് ഫ്ലോപ്പാണ്. കുറച്ച് ദിവസത്തേക്ക് മുമ്പ് നമ്മളെ ഗാർഡനിൽ വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് 2-3 ഇണുക്കടിച്ച് പടർന്നു വരാൻ തുടങ്ങി. ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കാണാൻ ഞങ്ങൾ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാം.